ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെ പോവാം? ജബൽ ജെയ്സിൽ പോവാണ് ഗായ്സ്. അവിടെ പോയിട്ട് ടെൻ്റ് അടിച്ച് ഇന്ന് ഫുൾ അവിടെ സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയാണ്. ഗ്രില്ലടിക്കും. അങ്ങനെ കൂടുതൽ വിശേഷങ്ങളൊക്കെ പിന്നെ കാണാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഗ്രില്ലടിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മാർക്കറ്റിൽ വന്നേക്കാം. മാർക്കറ്റിലല്ല, ഷോപ്പിംഗ് മാർക്കറ്റ്. യെസ്, അതെ കേട്ടോ, ശരിയായിരുന്നു പറഞ്ഞത്. ഓക്കെ ഗായ്സ്, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം. ജബൽ ജെയ്സിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് ജീജു പറഞ്ഞപ്പോൾ ഈ UAE തന്നെ ഏറ്റവും ഉയരം കൂടിയ മലയിലേക്ക് നമ്മൾ പോകുന്നതെന്ന് മൗണ്ടൻ റീജിയനിലേക്ക് നമ്മൾ പോകുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ ലോകത്തെ അല്ലെങ്കിൽ ഈ എർത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ സിപ്പ് ലൈനുള്ള സ്ഥലമാണ് ഇതെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 2.8 കിലോമീറ്റർ നീളത്തിലുണ്ട് ഇവിടുത്തെ സിപ്പ് ലൈനിൻ്റെ റൈഡ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ ഭയങ്കര, അത് UAE എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ചൂടാണ്. ഇവിടെ നമ്മളെ എന്താ പറയുക, വിൻ്റർ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ 10 ഡിഗ്രി സെൽഷ്യസാണ്, മേ ബി അതിന് താഴെ. ഇന്നിപ്പോൾ ഇവിടെ പോകുമ്പോൾ ടെമ്പറേച്ചർ എത്രയാവുമെന്ന് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണ് പോകുന്നത്. ചില സമയത്ത് ഫ്രീസ് ആവുന്നവരുണ്ട്. അത് വെള്ളമുള്ള ടൈം, വെള്ളം നമ്മൾ പുറത്ത് വെച്ചിട്ട് വന്നാൽ ഫ്രീസ് ആവുന്ന ടൈം വരെയുണ്ട്. അപ്പോൾ നമ്മളിത് പോകുന്നത് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം, അത് 2024 ഡിസംബറിൽ പോയതാണ്. പിന്നെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ അതിൻ്റെ പുറകെ നടക്കാനോ ഒന്നും സമയം കിട്ടാതെ ആ വീഡിയോ ഞാൻ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ റോഡ് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര സുഖമെന്നാണ് ഈ പറയുന്ന, ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ഇവിടുത്തെ റോഡ് ഇരുന്നും ഇങ്ങോട്ട് കൊടുത്താൽ മതി, നല്ല സുഖമാണ്. അതുപോലെ തന്നെ വ്യൂസൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഓർക്കുക ഈ മൂന്നാർ, മാട്ടുപ്പെട്ടി അല്ലെങ്കിൽ മാമലക്കണ്ടം ഒക്കെ ഉള്ള നമ്മൾ ഈ മലയിൽ കയറുന്ന എന്ത് കാണാനാണ്. പക്ഷേ ഇവിടെ കയറി വന്നപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ ട്രൂ ബ്യൂട്ടി എന്താണെന്ന്. എന്ത് രസം അറിയാം. നമ്മൾ സത്യം പറഞ്ഞാൽ സൺറൈസ് കാണാൻ പാകത്തിന് ടെൻ്റ് അടിക്കണം എന്നൊക്കെ പറഞ്ഞ് പോയത്. പക്ഷേ ചെറുതായിട്ട് പണി പാളി ഗൈസ്. സൺസെറ്റാണ് നമുക്ക് കാണാൻ പറ്റിയത്. പിന്നെ ഏറ്റവും ടോപ്പിൽ നമ്മൾ പോയിട്ടില്ല കേട്ടോ, കാരണം ഏറ്റവും ടോപ്പിൽ വരെ പോകാനുള്ള ഭയങ്കര ട്രാഫിക്കായിരുന്നു. നമ്മളിത് പോകുന്നത് UAE നാഷണൽ ഡേയുടെ ആ ടൈമിലൊക്കെ ആയിരുന്നു. അത് കാരണം നമുക്ക് ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ വെച്ച് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് വൈൽഡ് ലൈഫ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കുറച്ച് ആനിമൽസിനൊക്കെ കാണാൻ പറ്റും. നമ്മൾ കുറുക്കിനെ കണ്ടിരുന്നു. ഗായ്സ്, ഇവിടെ ജബൽ ജെയ്സിൽ വന്നു. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. പണ്ട് ഹിമാലയത്തിൽ പോലില്ല തണുപ്പ്. ഞാൻ ഹിമാലയത്തിൽ പോയിട്ടില്ല, പക്ഷെ ഭയങ്കര തണുപ്പ് ഗൈസ്. സൺലൈറ്റ് അടിച്ചിട്ട് വേറെ എന്തോ പോലെ ഫിൽറ്റർ കിട്ടുമല്ലോണ്ട്, പക്ഷെ സൺലൈറ്റ് ആണ്. കാണിച്ചു തരാം. നമ്മുടെ ഒരു ടെൻറ്റ് ഇവിടെ വെച്ച് ഷോമേനും പൊന്നൂസിനും ഉള്ളിൽ കയറ്റിയെടുത്ത് ഭയങ്കര തണുപ്പ്, ഭയങ്കര തണുപ്പ്. നേരെയുള്ള വ്യൂ ഇതാണ്. പിന്നെ വേറൊരു ടെൻറ്റ് വെച്ചേക്കുന്നതായിരിക്കുന്നു ബ്ലൂ കണ്ടോ. അത് മിക്കവാറും അത് ഇവരിപ്പോൾ നേരത്തെ പോകുന്ന ആൾക്കാർ, ഇവർ ഡാൻസൊക്കെ കണ്ടോ, അറബ് ഡാൻസൊക്കെയാണ്. ഇവരിപ്പോൾ മോസ്റ്റ്ലി ഇപ്പോൾ തന്നെ പോകും. അത് കഴിയുമ്പോഴത്തേനും സെറ്റപ്പായിട്ട് ഇവിടെയൊക്കെ വ്യൂസൊക്കെ എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ സൺസെറ്റ് കാണാൻ പറ്റുമെന്നല്ല വിചാരിച്ചു. നാളെ രാവിലെ സൺറൈസ് കാണാമെന്നൊക്കെ ഓർത്താണ് വന്നത്, പക്ഷേ ഇന്ന് സൺസെറ്റേ കാണാൻ പറ്റുള്ളൂ തോന്നുന്നുണ്ട്. ഗായ്സ്, നൈറ്റുള്ള വ്യൂ ആണിത്. തണുത്തിട്ട് ഒരു രക്ഷയില്ല, വിറച്ചിട്ട് എനിക്ക് പറയാൻ പോലും പറ്റില്ല, അത്ര തണുപ്പാണ് ഇവിടെ. ടെമ്പറേച്ചർ നോക്കിയപ്പോൾ 10 ഡിഗ്രി സെൽഷ്യസ് ആണുള്ളത്. ഓ മൈ ഗോഡ്, സോറി, സെൽഷ്യസ് ഓർ ഫാരൻഹീറ്റ് അറിയില്ല. 10 ഡിഗ്രി ആണുള്ളത് ഗൈസ്, സെൽഷ്യസ് ആണെന്ന് തോന്നുന്നു. ഗായ്സ്, ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അങ്ങതേ താഴെ തൊട്ട് ബ്ലോക്കാണ്. വണ്ടിയൊന്നും അരങ്ങിയിട്ട് വരില്ല. അരമണിക്കൂറായതേ ഈ വണ്ടിയൊക്കെ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഗൈസ്. എല്ലാവരെയും മൂക്കൊക്കെ അടഞ്ഞ് അത്ര തണുപ്പുണ്ട്, അത്ര തണുപ്പ് ഗൈസ്. നിങ്ങൾക്ക് വേണ്ടി വളരെ റിസ്ക് എടുത്ത് ഒരു പാറയുടെ അറ്റത്ത് വന്നു നിന്ന് എടുത്ത ഫോട്ടോയാണത്. ഈ കാണുന്ന ടൗൺ ഏരിയ ഉണ്ടല്ലോ, ഇതാണ്. അതേതാ ആ ടൗൺ ഏതാ? റാസൽ കൈമ. നമ്മൾ സിനിമയിൽ കേട്ടിട്ടുള്ള റാസൽ കൈമയാണ് ഗൈസ് അത്. പിന്നെ ഇത് നമ്മളോട് കയറി വരണ വഴികൾ. നമ്മൾ ടോയ്ലറ്റിൽ പോയത് ഇവിടെയാണ്. ഒത്തിരി വലിയ ക്യൂ ആയിരുന്നു. വലിയ ക്യൂവിൽ നിന്ന് ആകെ 2 വാഷ്റൂമുണ്ട്, ലേഡീസിനും ജെൻസിനും. എന്നിട്ട് വലിയ ക്യൂ നിന്ന് ഇങ്ങനെ നമ്മൾ വാഷ്റൂം ആവശ്യമൊക്കെ കഴിഞ്ഞിട്ട് വന്നു. നീറ്റായിരുന്നു, ക്ലീനായിരുന്നു. പക്ഷെ എന്നാലും എക്സ്ട്രീം അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം ക്ലീനായിരുന്നു. ഗായ്സ്, നമ്മൾ ബാർബിക്യൂ വെച്ചു ഗായ്സ്. ചിക്കി വെച്ചു, ചിക്കി.
Hi, 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 hush, 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 hi, 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 kuru, 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 hey, ha, 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 ka, ka. Hush, 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 hi, 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 kuru, 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 hey, ha, 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 ka, ka, ka. Kuru, 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 hey, ha, 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 ka, ka, ka. ഗൈസ് അപ്പം ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ പോവാണ്. മൊത്തം ഒരു 3 ടെൻ്റ് ഉണ്ട്. 3 ടെൻറ്റിൽ ഒന്ന് ഞാനും ശോമയും, പിന്നെ ഒന്നിൽ അച്ചേച്ചിയും ജീജുവും വാവയും, ഒന്നിൽ പിന്നെ ജീജുവിൻ്റെ ഒരു ഫ്രണ്ടും വൈഫും ഉണ്ട്. അപ്പോൾ അവർ ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ പോവാണ്. നാളെ രാവിലെ കാണാം. നാളെ രാവിലെ നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ടാവും. സൺറൈസ് കാണാൻ പറ്റുമോ എന്നുള്ള വിശ്വാസത്തിൽ കിടന്നുറങ്ങുന്നു. പല കാര്യം എടുക്കാൻ പറഞ്ഞു. അതുപോലെ ഞങ്ങൾ പില്ലോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്, ബൈ. രാവിലെ ഒച്ചയും ബേളും കേട്ടിട്ടാണ് ഗൈസ് എഴുന്നേക്കുന്നത്. നോക്കിയപ്പോൾ ടെൻറ്റിന് ചുറ്റും പരിചയമില്ലാത്ത കുറേ പേര് വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഗൈസ് രാവിലെ എഴുന്നേറ്റിട്ടുള്ള വ്യൂ ആണ് ഗൈസ് ഇത്. 4 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ. ഇന്നലത്തെ ടെൻറ്റ്. ഇത് ഏതൊക്കെയോ ആളുകൾ വന്ന് നോക്ക് പൊന്നു സുത്തി നോക്കണം. വെറുതെ കള്ളമൊന്നും പറയല്ല, ഇത് ആടാണ്. പക്ഷെ നമ്മളിവിടെ കുറുക്കനെ കണ്ട്, സത്യമായിട്ടും പറയുന്നത് ഇവിടെ ഫോക്സിനെ കണ്ട്. പിന്നെ ഇപ്പം ഞാൻ എസ്തറ്റിക് വ്യൂ ഒക്കെ കണ്ടു കേട്ടോ. കുറച്ച് നേരം എസ്തറ്റിക് വ്യൂ കണ്ടു. എന്നിട്ടിപ്പോൾ ഞാൻ ഒന്നും അറിയാത്ത പോലെ പടിവാതിലും തുറന്ന് വരും. അപ്പം എൻ്റെ ചേച്ചി വിളിക്കും. അപ്പം ഞാൻ ഒന്നും അറിയാത്ത പോസ്റ്റ് ചെയ്യും. കുഞ്ഞു കുഞ്ഞു ഗൈസ് തിരിച്ചു പോവാണ് ഗൈസ്. അങ്ങോട്ട് പോകുമ്പോൾ പാക്കിംഗ് ആണ്. ഞാൻ കയറിയിരിക്കാന്ന. എൻ്റെ ജീജി കുറച്ച് കലിപ്പനാണ് ഇന്ന്. ഗൈസ് ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ്. ഇല്ല, 8 മണി കഴിഞ്ഞില്ല ഗൈസ്. സമയം എത്രയെന്ന് അറിയത്തില്ല. പക്ഷെ നേരെ പരപര വെളുത്തു ഗൈസ്. വളരെ ചെറിയ ബ്ലോക്കാണ്. ഇനി എപ്പോൾ നാളെ താഴെ എത്താൻ പറ്റുന്ന ഒരു പിടി കിട്ടില്ല. വളരെ ചെറിയ ചെയ് പൊട്ടിച്ച പ്രാന്തൻ. ഇതേ പ്രാന്തനാണ് ഗൈസ്, ഇതേ പ്രാന്തൻ. ഗൈസ് ജബൽ ജയ്സിൽ പോയിട്ട് ഞങ്ങൾ താഴെ ഇറങ്ങി വന്ന് ഞങ്ങൾ നെസ്റ്റോയിൽ ഒന്ന് ഫ്രഷായി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അവിടെ നിന്ന് ഫ്രഷ് ആകാനുള്ള സമയം അല്ലെങ്കിൽ അവിടെ അതിനുള്ള ഫെസിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ഗൈസ് അപ്പോൾ അത്രേ ഉള്ളൂ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്.